ഹായ് കൂട്ടുകാരെ, നമ്മൾ നേരത്തെ ഒരു യോക്കിൽ എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഒരു നൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിലും വ്യത്യസ്തമായിട്ട് അതിനേക്കാളും ഭംഗിയായിട്ടൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളെ കൂടെ കാണിക്കാം. അപ്പം ഞാനത് നെക്കിന് കൊടുത്തിരിക്കുന്ന അളവ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. കണ്ടില്ലേ, ഫ്രണ്ടിലെ നെക്ക് ലെങ്ത് 6.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടോ, 6.5 ഇഞ്ചാണ് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്ത്, വൈഡ് 3 ഇഞ്ച്. ഫ്രണ്ട് നെക്കാണ് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത്. ബാക്ക് നെക്ക് നമുക്ക് നൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യാം. അത് പോയിട്ട് യോക്ക് ചെയ്യാനുള്ള വീതി ടോട്ടൽ 6 ഇഞ്ചാണ്. ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്കും റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ട്രേസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലും കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഫുൾ നെക്ക് റൗണ്ടും നമ്മുടെ കറക്റ്റ് യോക്കിൻ്റെ റൗണ്ടും ഇതുപോലെയാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിനകത്താണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഏത് ഡിസൈനാണോ നമ്മൾ കൊടുക്കാനുള്ളത് അതിന് ഇതിനകത്തോട്ട് വരച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ ട്രേസ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു പിക്ചറാണ് ട്രേസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, യോക്കിനകത്ത് സെയിം ഡിസൈൻ തന്നെയാണ് രണ്ട് സൈഡിലായിട്ട് കൊടുത്ത്, ഈ ഷോൾഡർ ഭാഗത്തോട്ട് കുറച്ച് സ്പേസ് ഉള്ളത് കൊണ്ട് സിമ്പിളായിട്ട് രണ്ട് സൈഡും ഈ ഒരു ഡിസൈനും കൂടെ ഇങ്ങനെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് റിങ് ഇതിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ യോക്കിരി മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു പോക്കറ്റ് വേണമെങ്കിൽ പോക്കറ്റിൽ നമുക്ക് ഇതേ ഡിസൈൻ കൊടുത്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. കണ്ടോ, ഫസ്റ്റ് ഇത് ടൈറ്റ് ചെയ്ത ശേഷം ഈ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ നീഡിലെടുക്കണം. ത്രെഡ് ഞാൻ രണ്ട് സൈഡ് ഒന്നിച്ച് പിടിച്ച് കെട്ടിട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഡബിൾ ഇട്ടാണ് ചെയ്യുന്നത്. ഈ സെൻറ്റർ ഭാഗത്ത് തന്നെ ഒന്നുകൂടെ താഴോട്ട് ഇതുപോലെ ഒന്ന് ഇറക്കി, ഈ പെറ്റലിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള ഈ പെറ്റലിൻ്റെ സെൻറ്റർ ഭാഗത്ത് കണ്ടോ മേളിൽ, ഇതുവഴി ബാക്കിലൂടെ നമുക്ക് പുറത്തെടുക്കണം. ഈ ത്രെഡ് ടൈറ്റ് ചെയ്യാൻ പാടില്ല. കണ്ടോ, ഇതുപോലെ ഒന്നെടുത്ത് പുറത്തൂടെ വലിച്ചെടുക്കണം. ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു പെറ്റൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇതിൻ്റെ പുറത്ത്, ഈ പെറ്റൽ ചെയ്തതിൻ്റെ ജസ്റ്റ് പുറത്ത് നീഡിലിറക്കി ബാക്കിലൂടെ ഒന്ന് വലിച്ചെടുത്താൽ മതി. ഇതിവിടെ ഫിക്സ് ആയിക്കോളും. കണ്ടോ, ഇതിവിടെ ഫിക്സ് ആയി. ഇനി അടുത്ത പെറ്റലും സെൻറ്റർ ഭാഗത്തൂടെ എടുത്ത് ത്രെഡ് ഇതുപോലെ ഇട്ട് ആ സെൻറ്റർ ഭാഗത്തൂടെ തന്നെയാണ് നീഡിൽ ബാക്കിലൂടെ പുറത്തെടുക്കാനുള്ളത്. കണ്ടില്ലേ, ഇതുപോലെ പുറത്തെടുത്ത് ടൈറ്റ് ചെയ്യും മുന്നേ ഈ പെറ്റലിൻ്റെ മേൽഭാഗത്ത് ആ പെറ്റലിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ജസ്റ്റ് നീഡിൽ പുറത്തോട്ട് എടുക്കണം. കണ്ടത്, ഇതുപോലെ എടുത്ത് പുറത്തോട്ട് വലിച്ചെടുക്കുമ്പോൾ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇനി നമുക്ക് അതിൻ്റെ ജസ്റ്റ് മേളിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നീഡിൽ അത് ഈ ത്രെഡിൻ്റെ പുറത്തൂടെയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ബാക്കിലൂടെ വലിച്ചെടുത്താൽ മതി. ആ പെറ്റലും ഫിക്സായി. ഇതേ കണക്കിന് തന്നെ നമുക്ക് ഓരോ പെറ്റൽസും നല്ല സിമ്പിളാണ്. ഫുൾ പെറ്റൽസ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഫ്ലവർ കംപ്ലീറ്റ് ആവും. കണ്ടോ, ഇനി സെൻറ്റർ ഭാഗത്ത് നമുക്ക് ഫ്രഞ്ചിനോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു 4-5 ചുറ്റ് ഇതുപോലെ ചുറ്റി ആ സെൻറ്റർ ഭാഗത്ത് തന്നെയാണ് നീഡിൽ പുറത്ത് വലിച്ചെടുത്താൽ മതി. കണ്ടോ, ഈ ത്രെഡ് കുടുങ്ങിപ്പോവാതെ ശ്രദ്ധിച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു 3 ഫ്രഞ്ച് നോട്ട് ഈ സെൻറ്റർ ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിലും തന്നെയാണ് നീഡിലൊന്ന് ഈ സെൻറ്റർ ഭാഗത്തൂടെ പുറത്തെടുത്ത് ഒരു 4-5 കെട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് അതേ സെൻറ്റർ ഭാഗത്ത് നീഡിലൊന്ന് ഇറക്കി ബാക്കിലൂടെ വലിച്ചെടുത്താൽ മതി. 3 എണ്ണം കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഈ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയി. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഫ്ലവർ കിട്ടി. ഇനി അടുത്ത ഫ്ലവർ ഞാൻ ബ്ലൂവിൻ്റെ ഒരു ഡബിൾ ഷെയ്ഡാണ്. ഈ റൗണ്ട് ഉണ്ടല്ലോ സെൻറ്റർ ഭാഗത്ത്, ആ റൗണ്ടിനകത്ത് കൊടുക്കുന്നില്ല, ആ ലൈനിൽ കൊടുത്തുകൊണ്ട് പെറ്റലിൻ്റെ മേൽഭാഗത്തൂടെ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം. കണ്ടോ, പിന്നെ നമുക്ക് ഈ റൗണ്ടിൻ്റെ ഈ ഒരു പോർഷനിൽ അടുത്ത് തന്നെ നീഡിലെടുത്ത് മേൽഭാഗത്തൂടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. താഴെയും മേളിലുമായിട്ട്
ആ പെറ്റലിൻ്റെ വീതി കൂടുന്നതിനനുസരിച്ച് മേൽഭാഗത്ത് ജസ്റ്റ് വലിപ്പം കൂട്ടി കൊടുത്താൽ മതി. കണ്ടത് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് ഈ പെറ്റൽ കംപ്ലീറ്റ് ചെയ്തു. ഇതേ കണക്കിന് ഫില്ല് ചെയ്തെടുത്താൽ മതി. ഈ ഫ്ലവർ നല്ല ഭംഗിയായിട്ട് കിട്ടും നമുക്ക്. ഇതും ചെയ്യാനായിട്ട് സിമ്പിളാണ് കേട്ടോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. കണ്ടില്ലേ, എല്ലാ പെറ്റൽസും ഫില്ല് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഈ ഫ്ലവറും കിട്ടി. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തും ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഒരു 4-5 ചുറ്റ് കൊടുത്ത് ബാക്കിലൂടെ നമുക്ക് നീഡിലിറക്കിയാൽ മതി. ഒരു 3 ഫ്രഞ്ച് നോട്ട് ഞാൻ ഇവിടെയും കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതും കൂടെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഫ്ലവറും കംപ്ലീറ്റ് ആയി. നല്ല സിമ്പിളാണ്, ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. കണ്ടില്ലേ എത്ര ഭംഗിയായിട്ട് നമുക്ക് ഈ ഫ്ലവർ കിട്ടിയെന്ന്. ഇനി നമുക്ക് ബാക്കിലൊന്ന് കെട്ടിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ സ്റ്റാൻഡോട് കൂടെ ഇങ്ങനെ ചരിച്ച് വെച്ചിട്ടുണ്ട്. ഈ ത്രെഡിൻ്റെ തൊട്ടടുത്തുള്ള ത്രെഡിൽ നമുക്ക് 1-2 കെട്ടിട്ട് കൊടുത്താൽ മതി. കെട്ടിട്ട് കൊടുത്ത് കട്ട് ചെയ്തെടുക്കണം. ഓരോ കളർ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കെട്ടിട്ട് കൊടുത്തെടുത്താൽ മതി. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നമുക്കിവിടെ ഫ്ലവർ കിട്ടി. ഇനി നമുക്ക് ലീഫ് ചെയ്യണം. ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലീഫിൻ്റെ എൻഡിലൊന്ന് ഞാനിപ്പോൾ നീഡിൽ പുറത്തെടുത്ത് കുറച്ച് താഴെയായിട്ട് കണ്ടോ നീഡിൽ ബാക്കിലൂടെ ഇതുപോലെ ഒന്ന് എടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് മേൽഭാഗത്ത് ഫസ്റ്റ് എടുത്ത ത്രെഡ് ചേർത്ത് ഇതുപോലെ നീഡിൽ പുറത്തെടുത്ത് ഈ ത്രെഡിൻ്റെ സൈഡിലൂടെ ഇപ്പുറത്തെ സൈഡിലൂടെ ബാക്കിലൂടെ എടുത്ത് നമുക്ക് ഈ സെൻറ്റർ ഭാഗത്തൂടെ നീഡിലിങ്ങ് പൊക്കിയെടുക്കണം. അതല്ല എങ്കിൽ നമുക്ക് ബാക്കിൽ വലിച്ചെടുത്ത ശേഷം സെൻറ്റർ ഭാഗത്തൂടെയും നീഡിലെടുത്താൽ മതി. കണ്ടതാ, ഇങ്ങനെ എടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇനി ഇവിടെയും നമുക്ക് ഫ്ലവർ ചെയ്ത പോലെ തന്നെയാണ് ഒരു കെട്ട് കൊടുക്കണം. ഈ എടുത്ത ത്രെഡിൻ്റെ ജസ്റ്റ് പുറത്തൂടെ ബാക്കിലൂടെ ഈ നീഡിൽ വലിച്ചെടുക്കണം. ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെയും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ നിന്ന് ത്രെഡ് എടുത്ത് ഇപ്പുറത്തെ സൈഡിലൂടെ സെൻറ്റർ ഭാഗത്തൂടെ വലിച്ച് നീഡിൽ ഇതുപോലെ പുറത്തെടുത്താൽ മതി. കണ്ടോ, ഈസി ആയിട്ട് തന്നെ നമുക്കിവിടെ ലീഫ് ഇതേ കണക്കിന് തന്നെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളത്. ഒരു പ്രാവശ്യം എടുത്ത് നമ്മളിതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഈ ത്രെഡിൻ്റെ പുറത്തൂടെ ബാക്കിലോട്ട് ഇങ്ങനെ ഇറക്കി ഇവിടെ ഒന്ന് ഈ ഒരു കെട്ടിട്ട് കൊടുക്കണം. കണ്ടോ, അത് കഴിഞ്ഞ് പിന്നെയും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുത്ത് ഈ സൈഡിലൂടെ എടുത്ത് സെൻറ്റർ ഭാഗത്തൂടെ ലീഫ് വരച്ച് വച്ചിരിക്കുന്ന കണക്കിന് നമുക്ക് ഇതേ കണക്കിന് ഫില്ല് ചെയ്തെടുക്കുമ്പോൾ ലീഫ് കംപ്ലീറ്റ് ആയി. ഇനി തണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് കണ്ടോ താഴ്ത്തി ഞാൻ നീഡിലൊന്ന് ഇറക്കി അതിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ ഈ കൊടുത്ത ത്രെഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് ബാക്കിലൂടെ കണ്ടോ നീഡിലെടുത്ത് ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്താൽ മതി. ഇനി അതിൻ്റെ ജസ്റ്റ് കണ്ടോ മാറ്റി ഒന്ന് ഇവിടെ നിന്ന് നീഡിലെടുത്ത് ആദ്യം എടുത്ത ത്രെഡിൻ്റെ ഈ ലാസ്റ്റ് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. ആ ത്രെഡ് തൊട്ട് തന്നെയാണ് നമുക്ക് ഈ ത്രെഡ് എടുക്കാനുള്ളത്. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് മാറ്റി നീഡിലൊന്ന് ഇറക്കി ഇങ്ങനെ എടുത്താൽ മതി, വലിച്ചെടുത്താൽ മതി നീഡിൽ. ഇതിൻ്റെ സ്റ്റെംസ് ഫുള്ള് നമുക്ക് ഇതേ ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ലീഫും സ്റ്റെംസും എല്ലാം നമുക്ക് ഇതേ കണക്കിന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഇതിവിടെ എല്ലാം നമുക്ക് ഈ മേൽഭാഗത്ത് ഇതെല്ലാം ഇതേ കണക്കിന് ചെയ്തെടുക്കുമ്പോൾ കണ്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റെംസും ലീഫും എല്ലാം കിട്ടി. ഇനി ഈ ലീഫിൻ്റെ സൈഡിലൊരു ബ്രാഞ്ച് ഉണ്ട്, അത് ഞാൻ ബ്ലാക്ക് ത്രെഡ് കൊണ്ടാണ് ഈ സ്റ്റെം കൊടുക്കുന്നത്. കണ്ടോ, ബ്ലാക്ക് ത്രെഡ് കൊണ്ട് കൊടുത്ത് ഈ സെയിം നമുക്ക് നേരത്തെ ഗ്രീൻ ലീഫിൻ്റെ സ്റ്റെം കൊടുത്ത പോലെ തന്നെയാണ് സെയിം സ്റ്റിച്ച് ഇത് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്ത്
ദാ ഈ സൈഡിലൊരു കുഞ്ഞ് ബ്രാഞ്ച് ഉണ്ട്. അതും ദാ ഇതുപോലെ തന്നെയാണ്. ഈ ബ്ലാക്ക് കൊണ്ട് ഫുൾ ബ്രാഞ്ച് കൊടുക്കുന്നുണ്ട്. ഇനി ദാ ഈ സൈഡിലൊരു ബ്രാഞ്ച് കണ്ടോ, ലോങ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുത്ത് ആ ഒരു ബ്രാഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലോങ് ആയിട്ട് തന്നെയാണ് 3 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സൈഡിലുള്ള ബ്രാഞ്ച് ആവും. കണ്ടോ, ദാ ഇതേ കണക്കിനാണ് ഈ സൈഡിലും ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു ഫ്രഞ്ച് നോട്ട് ഫ്ലവറിന് വേണ്ടിയിട്ട് എൻഡിൽ ഫസ്റ്റ് കൊടുത്ത പോലെ തന്നെയാണ് ഒരു ഫ്രഞ്ച് നോട്ട്. ഒരു 4 ചുറ്റിയിട്ടാണ് ഒരു നോട്ട് കൊടുക്കുന്നത്. അത് ഈ 2 ബ്രാഞ്ചിലും കവർ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞതാ ഈ സെൻറ്ററിലൂടെയുള്ള ബ്രാഞ്ചിൽ ഈ ഒരു സ്റ്റിച്ച് കണ്ടില്ലേ, ഇതാ ഇങ്ങനെ ലോങ് ആയിട്ട് ഫ്രണ്ടിലൂടെ എടുത്ത് ബാക്ക് സൈഡിലൂടെ തിരിച്ചെടുത്ത് 2 സൈഡും ഇതേ കണക്കിന് തന്നെ മുകളിലും ഞാൻ യെല്ലോ ആണ് ഈ സൈഡ് കൊടുക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇതാ ഇതുപോലെ തന്നെയാണ് ഈ മേൽഭാഗത്ത് ഞാൻ കൊടുക്കുന്നത്. മേൽഭാഗത്ത് 2 സൈഡ് ബ്രാഞ്ച് ഉണ്ട്. ഇനി ഇതാ ഈ സൈഡിൽ ഒരു ഫ്രഞ്ച് നോട്ട് കൂടെ കൊടുക്കാനുണ്ട്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടി. എത്ര ഭംഗിയാണല്ലേ, നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടി. ഇനി ഇതാ ഈ സൈഡിൽ ഈ ഒരു പാറ്റേണും ഈ സെയിം ഡിസൈനാണ് ഞാൻ കൊടുക്കുന്നത്. കണ്ടോ, 2 ഡിസൈനും ഈ മേളിൽ സിമ്പിളായിട്ട് ഇതാ ഇതും കൂടെ ചെയ്തെടുത്ത് ഈ സെൻറ്റർ ഭാഗത്ത് നെക്ക് പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറും. നൈറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും. നമുക്ക് ഈ യോക്ക് ഏരിയ വരുന്ന പോർഷനാണ് നമ്മൾ ഈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ യോക്ക് ഏരിയയിൽ ഡിസൈനൊക്കെ കൊടുത്തുകൊണ്ട് നൈറ്റിയൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇതേ ഡിസൈനൊക്കെ ചെയ്ത് വയ്ക്കണം കേട്ടോ. പോക്കറ്റ് വേണമെങ്കിൽ പോക്കറ്റിലേക്ക് നമുക്ക് ചെയ്ത് വയ്ക്കാം. അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് നല്ല സ്റ്റൈലായിട്ട് തന്നെ നൈറ്റി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണ്ടേ. അപ്പോഴത്തേക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ.